ഗുഡ് മോർണിംഗ്. ഇൻവെസ്റ്റേഴ്സ് അരീനയുടെ ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ഇപ്പോഴും കൺസോളിഡേഷനിലാണ്. 24,000 നിർണായക സപ്പോർട്ട്, 24,200, 24,300 പ്രധാന റെസിസ്റ്റൻസ് ലെവലുകൾ. നിഫ്റ്റി 50 തുടർച്ചയായി റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് തുടരുകയാണ്. ടെക്നിക്കൽ സൂചനകൾ പ്രകാരം 24,000, 23,950 മേഖലയാണ് ഇപ്പോഴത്തെ പ്രധാന സപ്പോർട്ട്. ഈ നില നിലനിർത്തിയാൽ വിപണി വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. സപ്പോർട്ട് 24,023, 23,974, 23,893. 24,300 മുകളിൽ ബ്രേക്ക് ഔട്ട് ലഭിച്ചാൽ 24,500 മുകളിൽ ലക്ഷ്യമാക്കാം. 23,950 താഴെ പോയാൽ കൂടുതൽ കൺസോളിഡേഷൻ സമ്മർദ്ദത്തിന് സാധ്യതയുണ്ട്. 24,200 റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. 24,000 ഏറ്റവും കൂടുതൽ പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ 58,000 പ്രധാന റെസിസ്റ്റൻസ് സോണാണ്. 57,000, 57,500 പ്രധാന സപ്പോർട്ട് സോണും. ഇന്ത്യ വിക്സ് 13.27, 15 താഴെ ആയതിനാൽ വിപണിയിൽ ഫിയർ കുറഞ്ഞിട്ടുണ്ട്. TCR ഇപ്പോൾ 0.95 ആണ്. ന്യൂട്രൽ അല്ലെങ്കിൽ ചെറിയൊരു ബുള്ളിഷ് ട്രെൻഡിന് സാധ്യത കാണുന്നു. നിഫ്റ്റി 24,000 മുകളിൽ നിലനിൽക്കുമ്പോൾ ബൈ ഓൺ ഡിപ്പ് സമീപനം പരിഗണിക്കാം. 2025 പുതിയ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സെക്ഷൻ 58 തിരഞ്ഞെടുക്കുന്ന ചെറിയ ബിസിനസ്സുകൾക്കും പ്രൊഫഷണലുകൾക്കും ചില നഷ്ടങ്ങളും കിഴിവുകളും നികുതിക്കെതിരെ സെറ്റ് ഓഫ് ചെയ്യാനുള്ള സൗകര്യം പരിമിതപ്പെടുത്തുന്നു. ഇതുമൂലം ചിലർക്കുള്ള നികുതി ബാധ്യത ഉയരാൻ സാധ്യതയുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2026-27 സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യ $2.8 ബില്യൺ കറന്റ് അക്കൗണ്ട് സർപ്ലസ് രേഖപ്പെടുത്തി. സേവന കയറ്റുമതിയും വിദേശത്തു നിന്നുള്ള പണമിടപാടുകളും മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ് ഇതിന് പ്രധാന കാരണം. കറന്റ് അക്കൗണ്ട് സർപ്ലസ് രൂപയ്ക്ക് പിന്തുണ നൽകും. വിദേശ നാണയ ശേഖരത്തിനും സാമ്പത്തിക സ്ഥിരതയ്ക്കും അനുകൂലമാണ്. എന്നാൽ ഉയരുന്ന ഇറക്കുമതി ബില്ല്, പ്രത്യേകിച്ച് എണ്ണയും സ്വർണവും തുടർന്നാൽ വ്യാപാര കമ്മിയിൽ സമ്മർദ്ദം തുടരാൻ സാധ്യതയുണ്ട്. ഓഹരി വിപണിയിലെ സുതാര്യതയും പൊതുജന വിശ്വാസവും ശക്തിപ്പെടുത്താൻ സെബി 2008 പഴയ മാർഗനിർദ്ദേശങ്ങൾക്ക് പകരം ബോർഡ് അംഗങ്ങൾക്കായി കൂടുതൽ കർശനമായ കോഡ് ഓഫ് കണ്ടക്ട് നടപ്പാക്കി. ഓഹരികളിലും ഡെറിവേറ്റീവുകളിലും പുതിയ നിക്ഷേപങ്ങൾക്ക് കർശന നിയന്ത്രണം. താൽപര്യ വൈരുദ്ധ്യം അഥവാ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായാൽ ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ നിന്ന് നിർബന്ധമായും വിട്ടുനിൽക്കണം. സാമ്പത്തിക താൽപര്യങ്ങളും നിക്ഷേപങ്ങളും കൂടുതൽ വിശദമായി വെളിപ്പെടുത്തണം. സമ്മാനങ്ങൾ, പുറം ജോലികൾ, വിരമിച്ച ശേഷമുള്ള പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ. വിരമിച്ച ശേഷം 2 വർഷത്തെ കൂളിംഗ് ഓഫ് പീരീഡ് ഉൾപ്പെടുത്തി. ഇന്ത്യ-UK വ്യാപാര കരാർ ഇന്ത്യയുടെ തൊഴിലധിഷ്ഠിത മേഖലകൾക്ക് വലിയ വളർച്ചാ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗ്രവാൾ അറിയിച്ചു. ഉയർന്ന ഇറക്കുമതി തീരുവകൾ ഒഴിവാക്കുന്നതിലൂടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് UK വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത ലഭിക്കും. അമേരിക്കയുടെ പുതിയ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ അമേരിക്കയുമായി ചർച്ചകൾ നടത്താൻ പദ്ധതിയില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി. വെടിനിർത്തൽ ധാരണ ലംഘിച്ചത് അമേരിക്കയാണെന്നും അതിനാൽ ഉടൻ ചർച്ചകൾ പുനരാരംഭിക്കില്ലെന്നും ടെഹ്റാൻ ആരോപിച്ചു. സെമി കണ്ടക്ടർ കമ്പനികളുടെ ഓഹരികളിൽ ശക്തമായ വിൽപ്പന സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്ന് നാസ്ഡാക്ക് 100 സൂചിക ഏകദേശം 1% ഇടിഞ്ഞു. അതേസമയം അമേരിക്കൻ ട്രഷറി ബോണ്ടുകൾക്ക് ആവശ്യകത വർദ്ധിച്ചതോടെ ബോണ്ട് വിപണി ശക്തി പ്രാപിച്ചു. ടെക്, സെമി കണ്ടക്ടർ ഓഹരികളിൽ ഹ്രസ്വകാല ചാഞ്ചാട്ടം തുടർന്നേക്കാം. ഇന്ത്യൻ IT, ടെക് മേഖലകളിലും ഇതിന്റെ സ്വാധീനം നിരീക്ഷിക്കേണ്ടതാണ്. ദേശീയ താൽപര്യവും ഊർജ്ജ സുരക്ഷയും മുൻനിർത്തി റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുമെന്ന് GTRI. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് GTRIയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ നയം ദേശീയ താൽപര്യവും ഊർജ്ജ സുരക്ഷയും അടിസ്ഥാനമാക്കിയാകണം. കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലെ പണപ്പെരുപ്പം നിയന്ത്രിക്കാനും ഊർജ്ജ വിതരണം സ്ഥിരതയോടെ നിലനിർത്താനും സഹായിച്ചിട്ടുണ്ടെന്ന് GTRI വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും സംഘർഷം ശക്തമായിട്ടും ആഗോള ക്രൂഡ് ഓയിൽ വിപണിയിൽ വലിയ ആശങ്ക പ്രകടമായില്ല. ബ്രന്റ് ക്രൂഡ് വില 1.3% ഇടിഞ്ഞ് $83.62 WTI ക്രൂഡ് 1% താഴ്ന്ന് $78.53 എത്തി. ഇറാനിൽ നിന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് ഏകദേശം 10 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കൊണ്ടുപോയിരുന്ന 2 ടാങ്കറുകൾ അമേരിക്കൻ നാവിക ഉപരോധം ശക്തമായതിനെ തുടർന്ന് യാത്രാമധ്യേ U-ടേൺ എടുത്തതായി റിപ്പോർട്ടുകൾ. ആത്മനിർഭർ ഭാരത് ലക്ഷ്യം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര മന്ത്രിസഭ 2.19 ലക്ഷം കോടിയുടെ വിവിധ പദ്ധതികൾക്ക് അംഗീകാരം നൽകി. സെമി കണ്ടക്ടർ നിർമ്മാണം, മൊബൈൽ ഫോൺ ഉൽപാദനം, യൂറിയ, സ്വയം പര്യാപ്തത എന്നിവയാണ് പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങൾ. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും സെമി കണ്ടക്ടർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകൾ, EV ചാർജിംഗ് ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ സഹകരണം വിപുലീകരിക്കാൻ ധാരണയായി. കൂടാതെ ഇന്ത്യ-EU ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഈ വർഷം തന്നെ ഒപ്പുവെക്കുമെന്നാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. ഈ സഹകരണം ഇന്ത്യയിലെ സെമി കണ്ടക്ടർ, ഇലക്ട്രോണിക്സ്, AI സ്റ്റാർട്ടപ്പുകൾ, കയറ്റുമതി മേഖലകൾ എന്നിവയ്ക്ക് വലിയ വളർച്ചാ അവസരങ്ങൾ സൃഷ്ടിക്കാനും
യൂറോപ്യൻ വിപണിയിലേക്കുള്ള പ്രവേശനം കൂടുതൽ എളുപ്പമാക്കാനും സഹായിക്കും. മെറ്റയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പദ്ധതിയിലേക്കുള്ള നിക്ഷേപകരുടെ ശക്തമായ വിശ്വാസത്തെ തുടർന്ന് ജൂലൈ മാസത്തിൽ മാത്രം കമ്പനിയുടെ വിപണി മൂല്യത്തിൽ ഏകദേശം $250 ബില്യൺ വർധന രേഖപ്പെടുത്തി. ഓഹരി വില ജൂലൈയിൽ 17% ഉയർന്ന S&P 500-ലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച കമ്പനികളിൽ ഒന്നായി മാറി. ബാംഗ്ലൂരു ആസ്ഥാനമായ ഇന്ത്യൻ AI സ്റ്റാർട്ടപ്പ് എമർജന്റ് പുതിയ ഫണ്ടിംഗ് റൗണ്ടിലൂടെ $1.5 ബില്യൺ മൂല്യം നേടി യൂണിക്കോൺ ക്ലബിൽ പ്രവേശിച്ചു. ഗ്രോ ഏഞ്ചൽ വണ്ണിനെ മറികടന്ന് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ട്രേഡിംഗിൽ ഇന്ത്യയിലെ നമ്പർ 1 ബ്രോക്കറായി മാറി. Q1 ഫിനാൻഷ്യൽ ഇയർ 2027-ൽ ഗ്രോയുടെ ശരാശരി പ്രതിദിന ട്രേഡിംഗ് മൂല്യം 2.43 ലക്ഷം കോടിയാണ്. ഇന്ത്യൻ ബ്രോക്കിംഗ് രംഗത്ത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ തമ്മിലുള്ള മത്സരം കൂടുതൽ ശക്തമാവുകയാണ്. ഇക്വിറ്റി ട്രേഡിംഗിനപ്പുറം കമ്മോഡിറ്റി, MTF, വെൽത്ത് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിലേക്കുള്ള വളർച്ചയാണ് ഇനി പ്രധാന ശ്രദ്ധാകേന്ദ്രം. AI ടാലന്റ് ക്ഷാമം രൂക്ഷം. ഇന്ത്യയിലെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സ് ഇപ്പോൾ പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിനേക്കാൾ നിലവിലുള്ള ജീവനക്കാരെ AI, ഡാറ്റ അനലിറ്റിക്സ്, ക്ലൗഡ്, സൈബർ സെക്യൂരിറ്റി മേഖലകളിൽ പരിശീലിപ്പിക്കുന്നതിന് മുൻഗണന നൽകുന്നു. ഏതർ എനർജി 1300 കോടിയുടെ QIP പ്രഖ്യാപിച്ചു. ഓഹരിയുടെ ഫ്ലോർ പ്രൈസ് 1169.70 നിശ്ചയിച്ചു. QIP വഴി ഫണ്ട് സമാഹരിക്കുന്നത് കമ്പനിയുടെ വളർച്ചാ പദ്ധതികൾക്ക് കരുത്തു പകരും. എന്നാൽ പുതിയ ഓഹരികൾ ഇറക്കുന്നതിനാൽ നിലവിലെ ഓഹരി ഉടമകൾക്ക് ചെറിയ തോതിൽ ഡൈല്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പേടിഎമ്മിന്റെ മാതൃകമ്പനിയായ 197 കമ്മ്യൂണിക്കേഷനിൽ ആഭ്യന്തര നിക്ഷേപകരുടെ ഓഹരി പങ്കാളിത്തം തുടർച്ചയായി രണ്ടാം പാദവും 50% മുകളിൽ തുടരുന്നതോടെ കമ്പനി ഭൂരിപക്ഷ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമായി തുടരുന്നു. ഇന്ത്യൻ നിക്ഷേപകരുടെ വിശ്വാസം വർദ്ധിക്കുന്നതും കമ്പനിയുടെ സാമ്പത്തിക പ്രകടനം മെച്ചപ്പെടുന്നതും പേടിഎമ്മിന്റെ ദീർഘകാല വളർച്ചയ്ക്ക് അനുകൂലമായ സൂചനകളാണ്. ടാറ്റ ക്യാപിറ്റൽ അമേരിക്കയിൽ നിന്ന് $400 ബില്യൺ ബോണ്ട് വഴി സമാഹരിച്ചു. HDFC ലൈഫ് ഇൻഷുറൻസ് 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ 12% വാർഷിക വളർച്ചയോടെ 611 കോടി അറ്റാദായം രേഖപ്പെടുത്തി. ശക്തമായ പ്രീമിയം ശേഖരണവും റിന്യൂവൽ പ്രീമിയം വളർച്ചയുമാണ് മികച്ച പ്രകടനത്തിന് പ്രധാന കാരണം. നെറ്റ്വർക്ക് 18 മീഡിയ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ 10.3% വളർച്ച രേഖപ്പെടുത്തി. പശ്ചിമേഷ്യയിലെ യുദ്ധവും ടെലിവിഷൻ റേറ്റിംഗ് തടസ്സവും ഉണ്ടായിട്ടും കമ്പനിയുടെ പരസ്യ പ്രകടനം വ്യവസായ ശരാശരിയേക്കാൾ മികച്ചതായിരുന്നു. നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മേക്ക് മൈ ട്രിപ്പ് ഇന്ത്യയിൽ $1 ബില്യൺ സമാഹരിക്കുന്ന മെഗാ IPO-യ്ക്കായി സെബിയുടെ കോൺഫിഡൻഷ്യൽ പ്രീ ഫയലിംഗ് റൂട്ട് വഴി ഡ്രാഫ്റ്റ് പേപ്പറുകൾ സമർപ്പിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക് IPO-കളിൽ ഒന്നാകാൻ സാധ്യതയുണ്ട്. SBI ഫണ്ട് മാനേജ്മെന്റ്, ആൽപൈൻ ടെക്സ് വേൾഡ്, വിൽവർക്സ് ടെക്നോളജി ഈ കമ്പനികളുടെ സബ്സ്ക്രിപ്ഷൻ ഇന്ന് അവസാനിക്കുന്നു. FIS 735.83 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 704.93 കോടി നെറ്റ് ബയേഴ്സുമാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാന കമ്പനികൾ വിപ്രോ, ജിയോ ഫിനാൻസ്, ടെക് മഹീന്ദ്ര, 361, പോളിക്യാബ്, സിയറ്റ്, ITC ഹോട്ടല്, ബോറോസിൽ റിന്യൂവബിൾസ്, ന്യൂജൻ എന്നിവയാണ്. അപ്കമിംഗ് കോർപ്പറേറ്റ് ആക്ഷൻസ് 3M ഇന്ത്യ ഫൈനൽ ഡിവിഡന്റ് 160 രൂപ, സ്പെഷ്യൽ ഡിവിഡന്റ് 346 രൂപ. ബജാജ് ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ഡിവിഡന്റ് 3 രൂപ, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഡിവിഡന്റ് 4 രൂപ, ഭാരത് സീഡ്സ് ഡിവിഡന്റ് 1 രൂപ 50 പൈസ, ബ്ലൂ സ്റ്റാർ ഡിവിഡന്റ് 8 രൂപ 50 പൈസ, കുമിൻസ് ഇന്ത്യ ഡിവിഡന്റ് 46 രൂപ, HCL ടെക്നോളജീസ് ഡിവിഡന്റ് 12 രൂപ, ഹണിവെൽ ഓട്ടോമേഷൻ ഡിവിഡന്റ് 110 രൂപ. ഇന്നത്തെ സ്റ്റോക്ക് ന്യൂസിൽ RR കബീർ. ശ്രദ്ധിക്കുക, ഞാനിവിടെ അവതരിപ്പിക്കുന്ന വാർത്തകൾ ഒരിക്കലും റിസർച്ച് റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പർപ്പസിനും ഇൻഫർമേഷൻ ബേസിസുമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റുകൾ മാത്രമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക് എപ്പോഴും ഇൻബിൽറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വിദഗ്ധ ഉപദേശം തേടി മാത്രം ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക. വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്